വല്ലതും നടക്കോ ടിങ്കു? മണിക്കൂർ 2 വായിക്കാൻ തുടങ്ങിയിട്ട്. പോരാത്തിന് വൈകിട്ട് വന്ന് വായിക്കും. ഈ അറിവുകളെല്ലാം പ്രയോഗിച്ച് തീരോ ചാവുന്നതിന് മുമ്പ്? അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട. ഈ ഭൂമിയിലുള്ള എന്തിനെ കുറിച്ചും ടിങ്കുവിനറിയാം. ഈ പള്ളിക്കൂടത്തിലെ ചില സാറന്മാരെ ടിങ്കുവിന്റെ അടുത്താ സംശയം ചോദിക്കാൻ വരാറ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-25 വർഷം മുമ്പ് കാണാതെ പോയ അമ്മയെ കുറിച്ച് എന്തെങ്കിലും വാർത്ത വരുന്നുണ്ടോ എന്ന് അറിയാൻ തുടങ്ങിയ പത്രവായനയാ. ഒടുക്കം അമ്മയും വന്നില്ല, വായനയും നിന്നില്ല. ഷാരൂഖ് ഒരുക്കം തുടങ്ങി. നോട്ടം കിട്ടി, ഭാഗ്യം. കോളനിയിൽ ഒറ്റാമ്പിള്ളേരെ അവള് നോക്കില്ല ബാബാ. അതിലാ എനിക്കൊരു പ്രതീക്ഷ. 2 കണ്ണു മാത്രം. ആ പാവം കളവന് നീ കോൺട്രാക്ട് വിവരം കൊടുക്കില്ലല്ലോടാ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം. പാപ്പാ വൈകുന്നേരം വരാം. നീ ഇന്ന് ടൗണിൽ പോകണുണ്ടോടാ? ഇല്ല, നാളെ. ആ പിന്നെ നീ വരുമ്പോ ആ തണ്ടി പിള്ളേരെ കൂട്ടണ്ട. നിന്റെ ആ കൂട്ടുകാരൻ മതി. ചായ കുടിച്ചാൽ വെക്കണം, കാശ് തരില്ല അലവലാദികൾ. എൻ്റെ നസീറെ, ഈ ലിവറുമല എൻ്റെ ജീവിതം. ഇതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിനക്കൊന്ന് വിളിച്ച് പറഞ്ഞൂടെ? അത് വലിയ പ്രശ്നമില്ലേക്കാ, അതാ ഞാൻ പിന്നെ വിളിക്കാൻ. ഞാൻ ഇറങ്ങുന്നേ. നീ 3 മണിക്ക് തന്നെ വരണം. ഇന്നലെ നീ 5 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. അത് ഞാൻ പിന്നെ അതും ഇതൊന്നുമില്ല. സ്കൂൾ വിടുമ്പോഴേക്കും ഞാനവിടെ എത്തിയില്ലെങ്കിലേ എൻ്റെ ആമിനെ അവിടെ കാത്തേക്കേണ്ടി വരും. 1 മണിക്കൂറല്ലേ വേണ്ടു, അപ്പോഴേക്കും ഞാൻ തിരിച്ചു വരില്ലേ? ഇക്കയിടായിട്ട് 2 മണിക്കൂർ ലേറ്റ് ആയിട്ടല്ലേ വൈകുന്നേരം വരുന്നത്. ഞാൻ പോയിട്ട് രാത്രിയിലും വരണ്ടേ? എൻ്റെ ശമ്പളത്തിൽ നിന്ന് നല്ലൊരു വീതം നിനക്ക് തരുന്നത് വെറുതെയാണ്. സൂക്ഷിച്ചു പോ. ഹായ് ബ്ലാക്ക് മോളി. കുറച്ചും കൂടി അടുത്ത് വാടാ. എന്നിട്ട് ഈ ദോശക്കല്ലെടുത്ത് വണ്ടിയിലോട്ട് വെച്ചോ. പാപ്പയുടെ കാര്യത്തിൽ തീരുമാനമൊന്നും തല വെറുപ്പിക്കല. നമ്മളങ്ങോട്ട് ഇറങ്ങുക. ദോശതാ, അല്ലെങ്കിൽ പട്ടിണിയാവും. ഞാൻ ആ ഓനച്ചനെ വിളിച്ചപ്പോൾ അവൻ ഫോൺ എടുത്തിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ഞാൻ വിളിച്ചപ്പോ ചീത്ത പറഞ്ഞു. അവനിങ്ങ് വരട്ടെ, എന്റെ കാലും കഴിഞ്ഞ് തല്ലോടിക്കും ഞാൻ. അതൊന്നും വേണ്ട. അങ്ങനെ ചെയ്താ പാപ്പോയി ഇറങ്ങാൻ ഇനിയും ലേറ്റാവും. ഒരു പുൽസയും കാണാം. പോടാ. എടാ ഓനാച്ചൻ വരുമ്പോ ഒന്ന് വിളിക്കണേ. ആ ചേച്ചി. ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ സീരിയൽ അത് വായിക്കരുത്. ചീറ്റ്. അയ്യേ, കരിച്ചി. കുറച്ചേ കരിഞ്ഞുള്ളൂ. ഈ മോളിയുടെ ദോശയ്ക്ക് ഉപ്പില്ല. ഇനി ഇതും പറഞ്ഞ അങ്ങോട്ട് ചെന്നാൽ മതി. മോളി ചേച്ചിന് ഉപ്പിലിടും. ഇപ്പൊ ഉപ്പ് കൂടിപ്പോയി. എന്നാ തിന്നണ്ട.
കരിയുന്നില്ലല്ലോ. ആ അത് കരിഞ്ഞോളൂ. ചൂട് നോക്കൂ. ആ ചൂട്. ഡാ, നീ ആ പാപ്പനോട് ചുറ്റിപ്പണം ചോദിച്ചോ? നാളെ തരാന്ന്. ഞാനങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞേക്ക്. ഞാൻ പറഞ്ഞു. അപ്പൊ വരും ചിരിക്കുന്നു. എന്തിന്? ഇവിടെ നിന്ന് തുഴഞ്ഞെത്തില്ലെന്നറിയാം. നമുക്കൊരു കാറ് വാങ്ങണം. 150 രൂപയുടെ ചിട്ടി പൈസ വാങ്ങാൻ ഒരു കാറ് വാങ്ങണം. അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. ഞാനൊരു കോമഡി പറഞ്ഞല്ലേ. അല്ല, കൈക്കാശ് എത്രയുണ്ട്? 400. 400? ബാക്കി എന്തി? ആ ഗ്രേസിയുടെ പയ്യന് സ്കൂൾ ഫീസിന് കൊടുത്തു. ഇതിപ്പോ കൊറേ ഗ്രേസിച്ചിക്ക് എന്ത് കൊടുത്താലാ ഫിലിപ്പിന്റെ ജാട കാണണം. ഈ കോളനിയിൽ അവൻ മാത്രം സ്കൂളിൽ പോകുന്നുള്ളൂ അവന്റെ വിചാരം. ആ അത് ശരിയല്ലേ? എനിക്ക് ഫിലിപ്പിനോട് ഒന്ന് കുളിപ്പിക്കാൻ പറ. ഹലോ ലലിച്ച, അമ്മ ഒന്ന് മിണ്ടാതിരി. ആ, നാളെ ടൗണിൽ പോണ്ടേ? ലാലിച്ച, കാശിന്റെ കാര്യം. അപ്പൊ ശരി. ആഹാ ചേച്ചിയേ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ദൈവമേ, നാട്ടിലെ കാര്യം എങ്ങനെ പോകുന്നു വെച്ചാൽ ഇത്രയും വലിയ ആട്ടുണ്ടാ. ആഹാ മോനെ സ്കൂളിൽ പോണ്ടടാ. ഞാൻ പോയി എന്നേ രക്ഷോട്ടനെ. ഇങ്ങനെ വേണം പിള്ളേരായ. ഇന്ന് ആരെ പറ്റിക്കുമെന്ന്. ഓനച്ചമരുന്നുണ്ട്, ഞാനിപ്പോ പോവാം. എങ്ങോട്ടാ? കുറച്ച് പണിയുണ്ട്. ഇനി ഇതെടുക്കാന്നൊക്കെ പറഞ്ഞു വേണ്ട. താങ്ക് യു. ഈ തോർത്ത് കൈ വെച്ചോ, ഒലിക്കുമ്പോ ചീറ്റ. ആഹാ ചേച്ചിയേ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ദൈവമേ, നാട്ടിലെ കാര്യം എങ്ങനെ പോകുന്നു വെച്ചാൽ ഇത്രയും വലിയ ആട്ടുണ്ടാ. ആഹാ മോനെ സ്കൂളിൽ പോണ്ടടാ. ഞാൻ പോയി എന്നേ രക്ഷോട്ടനെ. ഇങ്ങനെ വേണം പിള്ളേരായ. ഇന്ന് ആരെ പറ്റിക്കുമെന്ന്. ഓനച്ചമരുന്നുണ്ട്, ഞാനിപ്പോ പോവാം. എങ്ങോട്ടാ? കുറച്ച് പണിയുണ്ട്. ഇനി ഇതെടുക്കാന്നൊക്കെ പറഞ്ഞു വേണ്ട. താങ്ക് യു. ഈ തോർത്ത് കൈ വെച്ചോ, ഒലിക്കുമ്പോ ചീറ്റ. സ്മിത്ത് സാർ ഉള്ളോണ്ട് ഇവ ഇറങ്ങി. അല്ലെങ്കിൽ ഞാൻ ഇവന്മാരോട് ചമ്മി നാറിയേനെ. അയ്യേ, എന്താടാ ഞാനെന്തിനാ വന്ന് ശാവമേ? നിന്നെ ഇറക്കാൻ മുഖ്യമന്ത്രി വരൂടാ. സാറി പത്രമായിരേ അറിയാതെ ഇതായിരിക്കും. അല്ലടാ പോയി. എന്റെ ദൈവമേ, അപാര കോമഡി ആയി പോയി. കാര്യം പറയേ, എന്ത് ശരിയാടോ ഇത്? ഇയാൾക്ക് പ്രാന്തടാ. എടാ, ഇവൻ ഒരു മാല പൊട്ടിച്ചോണ്ട് ഓടി. അതിന് എന്നിട്ടെന്താ കേസില്ലാത്തത്? അതെന്താ കേസില്ലാത്തത്? ഇവൻ പൊട്ടിച്ചോണ്ട് ഓടിയ മാലേ മുക്കുവണ്ടമായിരുന്നു. അയ്യേ, ഈ കോമഡി പറയാനാണ് അയാൾ ഇത്രയും കിടന്ന് ഇരിച്ചത്. എനിക്ക് അന്നേരം അറിയാം ഇത് നല്ല കോമഡിയാണ്. മന്ത്രി വല്ല കൊടി വെച്ച കാറിലേക്ക് വന്നാ മതി. എന്നെ കൂടെ കൊണ്ടുപോടാ. ഹായ്. എന്താ ക്ലാസ്സില്ലേ? ലാസ്റ്റ് പീരീഡ് ഇല്ല. 4 എണ്ണം വേണം. എന്തിനാ എപ്പോഴും ഒരേ നിറത്തിലുള്ള മീനെ കൊണ്ടുവന്നേ? ചുമ്മാ.
എന്നാ ഇല്ല വേണ്ട. എടുത്തോ. നിനക്ക് ആ തട്ടയിട്ട പെണ്ണിന്റെ പിന്നാലെ പോകാതെ അതിനെങ്ങാണ്ട് ഒളിച്ചോടെ. ഞാനെങ്ങാനും ആയിരിക്കണം. അത് ശരിയാവില്ല. വന്ന് ഈ കളവിന് കൊച്ചിന്റെ പുറകെ കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിന്നെയൊക്കെ പേടിച്ച് വേണ്ട. ഷാരൂഖ് ഖാൻ തുടങ്ങി. സ്കൂളിന്റെ പിന്നിൽ കടയിട്ടത് നന്നായി, മുന്നിലായിരുന്നെങ്കിൽ പെട്ടേൻ. എന്റെ അമ്മോ, പാപ്പരെ കൊണ്ട് ടീച്ചർമാർക്ക് ബുദ്ധിമുട്ടായിരുന്നു. എവിടെ ചെന്നാലും ഇവന്മാര് സ്വയം തരില്ല. നായിൻ്റെ മക്കൾ. നീ വെറുതെ ആമിനെ കാണിക്കാൻ ഒരു അഭ്യാസം കാണിച്ച് സിസ്പാക്ക് കുളിക്കി കിടന്ന എണ്ണയിടാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. 90, 91, 92, 93, 94. നിമ്മി അകത്ത് പോയിടാ. എത്ര ദോശ വേണം? 8 എണ്ണം. ഇതാ 10 എണ്ണം ഉണ്ട്. 8 എണ്ണം മതി. വെച്ചോ, കുറച്ച് കഴിഞ്ഞാൽ വിശക്കും, എനിക്കറിയാം. നിന്റെ തള്ളക്ക് എങ്ങനെയുണ്ടടി? കുറവുണ്ട്. എന്നാ പോയിക്കോ, രാത്രി ഇവിടെ നിന്ന് ഇറങ്ങണ്ട. നിമ്മി ആ ചമ്മന്തി. വായെടുക്കണ, അല്ലെ ഇച്ചൻ കയറിപ്പോവും. പ്രിയപ്പെട്ട നാട്ടുകാരെ, LDF സർക്കാരിന്റെയും മെമ്പർ ഓനത്തിന്റെയും പരിശ്രമത്തിന്റെ ഫലമായി വർഷങ്ങളായി നാം സ്വപ്നം കണ്ട മിനിയെ നമ്മുടെ മേൽപ്പാലത്തിന്റെ പണി ഉടനെ ആരംഭിക്കുന്നതാണ്. പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക. നമ്മുടെ സ്വന്തം മേൽപ്പാലം. എഞ്ചിനീയർ വരുന്നു, എഞ്ചിനീയർ വരുന്നു. റോഡ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷന്റെ പ്രമുഖനായ എഞ്ചിനീയർ, സമർത്ഥനായ എഞ്ചിനീയർ തേജസ് വർക്കി നമ്മുടെ പാലം പണിയാൻ എത്തിച്ചേരുന്നതാണ്. ഡിസംബർ 23-ാം തീയതി ഡിസംബർ 23-ാം തീയതി ക്രിസ്മസ് ആഘോഷവും എഞ്ചിനീയറിന്റെ സ്വീകരണവും നമ്മുടെ കോളനിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. പണികൾ വരുന്നത് ഇയാൾക്കല്ല പണിക്കും പറ്റൂടെ. എസ്തപ്പാനങ്ങളും LDF പാർട്ടിയും ചേർന്ന് എഞ്ചിനീയറിന് ഈ കോളനിയിൽ വെച്ച് ഒരു സ്വീകരണം നൽകുന്ന വിവരം വിനയപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. ഇയാളെ പേരට ഞാൻ നിർത്തും. പ്രിയമുള്ളവരെ, സഖാവിശിവന്റെയും പാർട്ടിയുടെയും കഴിഞ്ഞ കുറെ വർഷങ്ങളുടെ കഠിനാധ്വാനവും പേപ്പർ വർക്കും ചില അഴിമതി വീരന്മാർ തട്ടിയെടുത്തതായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ. എങ്കിലും ഈ സന്തോഷവേളയിൽ എല്ലാ ജനങ്ങളും പാർട്ടിയും ഒന്നായി പ്രവർത്തിക്കണമെന്ന് ഞാനും എന്റെ പാർട്ടിയും ആഹ്വാനം ചെയ്യുന്നു. അപ്പം വീതം പറ്റാൻ വന്നതാണല്ലേ? വേറെ വഴിയൊന്നുമില്ലേ, ഒന്ന് രക്ഷിക്കണം. ആലോചിക്കാം. ഞാൻ പറയുന്ന പോലെ സാർ കേൾക്കും. ശരിക്കും ഞാനാ ഇവിടുത്തെ സാറ്. എനിക്ക് കാശ് തരണം, എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കും. ഇപ്പൊ എല്ലാം ശരിയായോ? സാർ അയാളെ കൈക്കൂലി ചോദിക്കുന്നു. അയാൾ ചോദിക്കുന്നതും കൊടുത്തേക്ക്, അല്ലെങ്കിൽ ഇവിടെ നിന്നും കിട്ടത്തില്ല. സാർ അയാൾ ചുമ്മാ പറയുന്നതാ. ഇത്ര ഡീസൻ്റായിട്ട് കൈക്കൂലി വയ്ക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കാണാൻ പറ്റുള്ളൂ. പന്നെ കിളവൻ ഓണൊക്കെ ഫ്രീക്കായി. എവിടെ പോയിരുന്നോ ഇത്ര നേരം? വൈകിപ്പോയി ഷെമി. എന്താ ഇത്ര കലിപ്പ്? ആ താടി കിട്ടിയ ഒരു നമ്പർ ഇട്ടു നോക്കും. വർക്കൗട്ട് ആയില്ല. സാറിനോട് പറഞ്ഞു കൊടുത്തു, ഇനി അതിന് ആരെ കിട്ടുമോ എന്തോ. പാമ്പ് മീനത്തിനൊന്നേ. പോട്ടെ പോട്ടെ പോട്ടെ. ലലിച്ച കാശ് ഉണ്ടടാ, ഞാൻ കൊണ്ടുതരാം. എന്റെ കമ്മീഷൻ വിട്ട് എത്ര വരും നിനക്ക്? 3600. ഞായറാഴ്ച കോളനിയിൽ എഞ്ചിനീയർ സ്വീകരണത്തിന് രൂപ കൊണ്ടുവന്നാൽ മതി. വരാണ്ടിരിക്കാൻ പറ്റുമോ?
എഞ്ചിനീയറെ കാര്യങ്ങൾ നോക്കാൻ ഓഫീസിൽ നിന്ന് എന്നെയാ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പണി വരുന്ന വഴിയേ ഇനിയിപ്പോൾ പാലം പണി കഴിയുന്നത് വരെ നിലത്ത് നിൽക്കാൻ പറ്റും തോന്നുന്നില്ല. അയാളെ കണ്ടോ? ആരെ? എഞ്ചിനീയറെ. ആ, വരുന്നൊരു മെസ്സേജ് കണ്ടു. അപ്പൊ സ്വീകരണം? ആ, അതൊക്കെ കൃഷ്ണ സാർ അയാളോട് പറഞ്ഞിട്ടുണ്ട്. ശരിടാ, ഞാൻ പോവാം. പോലെ എന്തടാ? ഞായറാഴ്ച ലാൽച്ചൻ കാശ് എന്നാ തിങ്കളാഴ്ച വാങ്ങും. മുത്താടാ നീ. ആ, ശരി. അതിന് ഞാനിവിടെ ഇല്ലെന്ന് പറയാ. നീ തടവിത്തലോടെ അവിടെ തേഞ്ഞല്ലടാ, നിനക്കത് വാങ്ങിച്ചൂടെ? ജോസഫ് ഉണ്ടെന്നേ മണിച്ചേട്ടാ? പുറത്തു പോയടാ. ഇപ്പൊ വരോ? വൈകുന്നേരമാവും. എൻ്റെ അടുത്ത് പൂട്ടി പൊക്കോളാൻ പറഞ്ഞു. മണിച്ചേട്ടോയ്, ഓ, ആ കണ്ണാടി കാണുന്ന സാധനത്തിന് എന്ത് വില വരും? ജോസഫേട്ടാ, ചെക്കൻ കണ്ടിങ് പോരെ. കൂടെ താടിക്കാൻ തന്നെ. ആ അവിടെ എന്താ പുതിയ കടയിലങ്കാരൊക്കെ ഉദ്ഘാടിച്ചാടാ. എന്താണ് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ? വെറുതെ അല്ല രണ്ട് വീച്ചായിട്ടിരിക്കുന്നത്. ഒടുക്കത്തെ വിലയിടുമ്പോഴേ ആലോചിക്കണം. മണിച്ചേട്ടാ, ഇതുപോലത്തെ വീൽചെയറൊക്കെ അവിടെ വില കുറവാ? എന്നാ നീ അവിടെ പോയി വാങ്ങടാ. അല്ല കിടാവേ, നീ 1000 രൂപ അഡ്വാൻസ് നീ ഇതിവിടെ വെച്ച് പോയിട്ട് എത്ര മാസം വല്ല പിടുത്തോണ്ടാ ഇല്ലേ? അതങ്ങനെ ആരെങ്കിലും ഇത് തന്നെ വാങ്ങാൻ വരുമ്പോൾ അപ്പം നിന്റെ മുഖങ്ങൾ ഓർമ്മയിൽ വരും. പിന്നെ കൊടുക്കാനും പറ്റില്ല. കുറച്ച് തെണ്ണം കേട്ടാ. ഇന്നെന്താ ദിവസം ജോസഫേട്ടാ? ഇത് ചോദിക്കണം നീ ഇങ്ങോട്ട് വന്നേ. പറ ജോസഫേ. ഇന്ന് പോകാനല്ലേ കേട്ടാ? തെറ്റിച്ച് ശനി. ആദ്യം ഇവൻ വന്നപ്പോഴേ എനിക്ക് തോന്നി കണ്ട ശനിയാന്ന്. തിങ്കളാഴ്ച രാവിലെ 9 മണിയാകുമ്പോഴത്തേക്കും കട തുറക്കണം. ഞാനിത് കൊണ്ടുപോകാൻ വരും. അപ്പൊ കാശാടാ? റെഡിയാണ്. നിന്റെ അമ്മ സത്യം റെഡിയാണ്. 47 ഫുൾ പേയ്മെന്റ്. എവിടേക്കാ? വിളിക്കാത്ത വല്ല കല്യാണം തന്നെ പോവാണോ? അവന്മാരാത്തിരുന്ന സിനിമ ആണെന്ന്. ആന്തൂരിയോടിയാ ഇന്ന് പോണ്ടേന്ന് അറിയാൻ പാടേ. നിക്കടാ, ഇപ്പൊ തന്നെ പോവാ. വന്നല്ലോ, ഇപ്പൊ തീരും. നീ ഒന്നും വരണ്ട, ഞാൻ വരാൻ വണ്ടി വിളിച്ചോളാം. എടാ, എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. കുറച്ച് നേരം ജോസഫേട്ടാ കട തുറക്കണ്ടേ? നീ ഇവിടെ ഇരിക്കുക. ബാംഗ്ലൂർ ഡേയ്സ് ഇത് പഴയവളല്ലേ? നീ കണ്ടില്ല? ഇല്ല, ആരും കണ്ടില്ലടാ. ഇപ്പൊ തീരും. കുറച്ച് നേരം ഇവിടെ ഇരിക്കി. ഇത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളുടെ വീൽചെയർ. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആടാ. ഇത് ഭയങ്കര വിലയാണ്. എനിക്കിത് മതി. എനിക്ക് ഈ വീൽചെയർ മതി. അത് പറ്റില്ല. അതെങ്ങനെ ശരിയാവാ? എടാ, എനിക്ക് എന്താ നഷ്ടമെന്നറിയാവാ? എത്ര കസ്റ്റമേഴ്സ് വന്നാ? ഇത് ശരിയാവില്ല മണി. അഡ്വാൻസ്. ഇത് ശരിയാവും മണിയെ. ഇത് ശരിയാവും. ഹലോ, ഖാലിദല്ലേ? ഞാൻ ജോസഫാണ്. ജോസഫാണെന്ന്. നീ ബിസിയാ? അല്ലല്ല, ഈ പറയും. നീ ബാംഗ്ലൂർ ഡേയ്സ് ഉണ്ടേ? കണ്ടിക്കുന്നോന്നോ? ഞാൻ മാത്രല്ല, എന്റെ കുടുംബക്കാർ മുഴുവനും കണ്ടിക്കുന്നു. എടാ, നമ്മുടെ മമ്മൂട്ടിയുടെ മോൻ ഒരു പെണ്ണിന്റെ വീൽ ചെയർ ഓടിക്കല്ലേ? അമ്മാതിരി വീൽ ചെയറിനെ അറിയുവോ? എടാ പഹയ, അതിന്റെ കടയിൽ നിന്ന് കൊണ്ടുപോയതല്ലേ? അതെ, അതിനൊരു ആവശ്യക്കാരുണ്ട്. പാവങ്ങളാ. അതിനെന്ത് വില വരും? 1.10 വരൂ. ഈ ആകുമ്പോ 1 ലക്ഷം ഉറുപ്പ്യ എന്നാണ്.
ആ 1.40. കുറയോ? ആ എന്തെങ്കിലും കുറയോ? ഒരു 10 കൂടി കുറച്ച് 90 ഉറപ്പിക്കാം. 1.35. ഓക്കെ. ആ എടപ്പായ പാവങ്ങൾ എങ്ങനെ പിഴിയണം? ദേ ഖാലിദേ, നീ തമാശകളാ. നീ അവിടെ എന്ത് കൊടുക്കുന്നു എനിക്കറിയാം. ഫോൺ വെച്ചിട്ട് പോ. ശരി. എടാ നീ കോൾ അടിച്ചില്ലടാ, ഭയങ്കര ഐറ്റം അത് കേട്ടോ. കയറ്റൊക്കെ ഭയങ്കര സ്പീഡിൽ കയറി പോവും, 10 കിലോമീറ്റർ സ്പീഡിൽ. എടാ റെസ്റ്റ് എടുക്കാൻ പറ്റും, ഇതിനകത്ത് ബെഡ് പോലാക്കാൻ പറ്റും. എടാ അപ്പിയുടെ സെറ്റപ്പ് വേറെ, ഭയങ്കര പരിപാടിയാ സാധനം. എനിക്കിപ്പോഴും ആ സംശയം മാറിയിട്ടില്ല. അന്ന് എഞ്ചിനീയർ വരുമെന്ന് കള്ളം പറഞ്ഞ് എനിക്കിട്ട് പണിയുന്നത് നീ കൂടെ അറിഞ്ഞോണ്ടല്ലേടാ. ദേ ഓനച്ചാ, ഈ ചോദ്യം പലതവണയായി. ഇനി ചോദിച്ചാ പ്രായത്തിന് മൂത്താണെന്നൊന്നും ഞാൻ നോക്കില്ല. തിളച്ച പാലെടുത്ത് മോന്തൊക്കെ ഒഴിക്കും ഞാൻ. ഗുരുവായൂരപ്പനല്ലേ പാലഭിഷേകം നടത്താൻ പറ്റിയ മോന്ത. ടിങ്കുനെ കാണുന്നില്ല 2 ദിവസമായിട്ട്. കാണാതിരിക്കുമ്പോ എന്തോ പോലെ. അതോടെ പോവാൻ ഇങ്ങ് വരും. എന്ത് സുഖാലേ, ബൈക്കിൽ ഇങ്ങനെ കറങ്ങി നടക്കാം. ഇവനൊക്കെ ഇങ്ങനെ ബൈക്കിൽ കറങ്ങി നടക്കാതെ വല്ല ജോലിക്കും പോയിക്കൂടെ? ഒരു ചായ. ചേട്ടാ കടുപ്പം എങ്ങനാ? ആയിക്കോട്ടെ. മധുരോ? അതും ആയിക്കോട്ടെ. ചേട്ടാ മധുരവും കടുപ്പവും കൂട്ടിയെടുക്കട്ടെ? അല്ല മനസ്സിലാവാത്തോണ്ടാ. മോനെ, മോനറിയാവുന്ന പോലെ ഒരു ചായ എടുക്കാം. പോയി ചായ എടുത്തു കൊറ. ഹലോ, എവിടെന്നാ? കുറച്ച് ദൂരെന്നാ. ഏതൊരു സ്ഥലമില്ലേ? മണാലി. കണ്ണമാലി. ഞങ്ങളുടെ പാർട്ടിയോടെ ഭയങ്കര സ്ട്രെങ്ത് അല്ലേ? താൻ നോക്കിയോ, ഒരു ദിവസം ഈ സ്റ്റൗ പൊട്ടിത്തെറിക്കും. എന്റെ കരുനാക്കാട് പൊട്ടും. എന്ത് ചായടാ? എനിക്കിതേ അറിയൂ. ഹലോ. ആ ഞാനാ ലാലി. എന്തടാ? ഓനച്ച എഞ്ചിനീയർ വന്നിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറിൽ ഓഫീസിലെത്തും. പോടാ. ഓനെ, നിന്നെ പറ്റിച്ചാൽ എനിക്ക് വിഷമമുണ്ടടാ. പക്ഷേ ഇപ്പൊ നേരിട്ടാ എഞ്ചിനീയർ വിളിച്ച് പറഞ്ഞത്. നീ വെച്ചിട്ട് പോ. എഞ്ചിനീയർ തേങ്ങ. എത്രയായി? 8. 500 ചില്ലറതാ സാറേ. ഇത് KFC ഒന്നല്ല. അതെന്താ KFC? അത് സർക്കാരിന്റെ ചിട്ടി കമ്പനിയാടാ. അത് KCB അല്ലേ? നീ മന്ത്രി അവിടെ ഉറപ്പാ. അതിങ്ങനെ പയ്യെ പറയണം. ഇല്ലാത്തത് എങ്ങനെയാണ്? ഇനിയുള്ളത് 500. എങ്കിൽ കുറച്ചപ്പുറത്ത് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ പോയി ചേഞ്ച് വാങ്ങിച്ചിട്ടാ സാറേ. മൊബൈലാണോ? ആ, ഞാൻ ഇവിടെ വെച്ചതാണ്. ഇതിവിടെ ഇരിക്കട്ടെ സാറേ. സാർ ആദ്യം പോയി ചേഞ്ച് വാങ്ങിച്ചിട്ടോ. സാറ് ബൈക്കിൽ ലോകം ചുറ്റുന്ന വലിയ ആളല്ലേ, തിരിച്ചു വരുമെന്ന് ഞങ്ങൾക്ക് എന്താ ഒരു ഉറപ്പ്? സാറ് പോയിട്ട് വേഗം വാ സാറേ. ഇതൊന്നും അത്ര കാര്യമാക്കണ്ട. പിള്ളേരലമ്പാണ് കേട്ടാ. ഒരു കേക്കിങ്ങാടാ ഒന്ന് പോടാ. ഉരിഞ്ഞുരിഞ്ഞ് തട്ടുകയാണല്ലേ, ആ തൊലിയെങ്കിലും കളയടാ. സിഗരറ്റ് ഉണ്ടോ? ഉണ്ട്. ചായക്ക് എത്രയായി? 8.
ബാക്കി 992 രൂപയ്ക്ക് കിങ്സ്. ഇത്രയും കാശിന് ഇവിടെ ഇല്ല. ഉണ്ട് സാറേ, ഉണ്ട്. എടുത്തു കൊടുക്കടാ. സ്വന്തമായിട്ട് കട ഉണ്ടാക്കിയിട്ട് ദേഷ്യപ്പെട്ടാൽ മതി കേട്ടാ. ഇതുകൊണ്ട് നീ കോലുമിട്ടായി വാങ്ങിക്കഴിച്ചു. റേഷൻ കാർഡ് ഉണ്ടാകുന്നു. ഓനച്ചാ എഞ്ചിനീയർ വന്നെന്ന്. കർത്താവ് നേരാണോ? ഉള്ളതാണ്. ഞാൻ കരുതിയാ ലാലിച്ച് എനിക്കിട്ട് പണിതാണെന്ന്. ഞാൻ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് ഏർപ്പാടാക്കട്ടെ. നീ എത്രയും പെട്ടെന്ന് മാത്തുക്കുട്ടിയ സംഘത്തെ ഇവിടെ എത്തിക്കും. പിള്ളേരെ കൂട്ടിയൊക്കെ വരണം. പറയും പോലെ നീ അങ്ങോട്ടല്ലേ, ഞാനും വരട്ടെ. ദൈവമേ, കാലും വയ്യ. തൊഴിലൊരുക്കാളി ഭേദം നടക്കുന്നതായിരുന്നു. നിനക്ക് ലൈസൻസ് ഉണ്ടാടാ? സ്വന്തമായിട്ട് വീടില്ല, അവനാണ് ലൈസൻസ്. ഇതിന് പോണെങ്കിൽ 2 പേർക്ക് ഹെൽമെറ്റ് വേണമല്ലോടാ. ഹലോ, ആരാ? എന്ത് വേണം?